കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 18. നമ്മൾ 5-ാമത്തെ ശ്ലോകം ചെയ്ത് നിർത്തി. അതായത് വാനപ്രസ്ഥ ആശ്രമത്തിലുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ, അവരുടെ ധർമ്മങ്ങളാണല്ലോ ഭഗവാൻ പറയണത്. അപ്പോൾ നമ്മൾ 5-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുക വെച്ചാൽ, ഈ തീയിൽ ചുട്ട കിഴങ്ങോ അല്ലെങ്കിൽ തന്നെ ഇരുന്ന് പഴുത്ത പഴങ്ങളോ, മരത്തുമ്പിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വീണിട്ട് പഴുത്തതോ അങ്ങനത്തെ പഴങ്ങളോ, ഉരലിൽ കുത്തിയിട്ടുള്ള ധാന്യമോ, അല്ലാണ്ട് അല്ലെങ്കിൽ ഉരലില്ല കല്ലോണ്ട് കുത്തിയ ധാന്യമോ, അല്ലെങ്കിൽ പല്ലോണ്ട് നമ്മുടെ പല്ലുപയോഗിച്ച് ഈ അതിൻ്റെ പുറത്തുള്ള ഇത് പല്ലുപയോഗിച്ച് കളഞ്ഞിട്ട്, ഇപ്പം വലിയ എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ചാൽ അതിൻ്റെ തോട് പല്ലുകൊണ്ട് പൊട്ടിച്ച് കളഞ്ഞ് ആവശ്യമില്ലാത്ത ഭാഗം കളയുക, അങ്ങനെയുള്ള കായ്കളോ ഒക്കെ ആഹാരമായി കഴിക്കാം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് നല്ല 6 വായിക്കാം. സ്വയം സംചിനുയാത് സർവമാത്മനോ വൃത്തികാരണം ദേശകാലബലാഭിജ്ഞോ നാദതീതാന്യദാഹൃതം. 6. ദേശകാല ബലാഭിജ്ഞ. ദേശം കാലം ഇതിൻ്റെയൊക്കെ ബലത്തിനെപ്പറ്റി ബോധവാനായി, ആത്മനഃ വൃത്തി കാരണം തൻ്റെ ഉപജീവനത്തിന് വേണ്ട, സർവം സ്വയം എല്ലാറ്റിനെയും താൻ തന്നെ, സംചിനയാത്ത് തന്നെ സമ്പാദിക്കണം. അവനവനുള്ളത് വേറെ ആളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. അന്യത ആഹൃതം, ഒരു കാലത്ത് സമ്പാദിച്ചതിനെ അതായത് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കരുതെന്ന്. ആദതീത, സ്വീകരിക്കരുത്. അതൊക്കെ വളരെ എത്ര വിഷമമുള്ളതാണല്ലേ ശരിക്കും. അവനവൻ്റെ ഭക്ഷണത്തിന് വേണ്ടത് അവനവൻ തന്നെ പോയി ശേഖരിക്കണം. ദേശവും കാലവും ആരോഗ്യവും ഒക്കെ സമ്മതിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരിക്കൽ ശേഖരിച്ച് കൊണ്ടുവന്നത് വൈകുന്നേരത്തേക്കോ പിറ്റേ ദിവസത്തേക്കോ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പം കിട്ടിയത് അപ്പം കഴിക്കുക, ഒന്നും എടുത്തു വയ്ക്കരുത്. ഈ മൃഗങ്ങളൊക്കെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ചെയ്യുമല്ലോ, അതുപോലെ. അതായത് നമ്മുടെ ദേഹത്തിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കണം എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഇത് പറയണതേ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അവനവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവനവൻ തന്നെ ശേഖരിക്കണം. അത് മാത്രമല്ല, ഒരിക്കൽ ശേഖരിച്ചത് സൂക്ഷിച്ച് വെച്ച് വേറൊരു സമയത്ത് കഴിക്കണതും അരുതെന്നാണ് പറയണത്. താൻ അവനവൻ്റെ ഭക്ഷണത്തിന് വേണ്ട അവനവൻ ശേഖരിക്കണമെന്ന് മാത്രമല്ല, ദേശവും കാലവും ആരോഗ്യം സമ്മതിക്കുകയാണെങ്കിൽ പിറ്റേ വേറൊരു നേരത്തേക്ക് അത് എടുത്തു വെച്ച് കഴിക്കുക പോലും അരുത് എന്നാണ് 6 പറഞ്ഞത്. സ്വയം സംചിനയാത്ത് സർവമാത്മനോ വൃത്തി കാരണം ദേശകാലബലാഭിജ്ഞോ നാദതീതാന്യദാഹൃതം. അതായത് സൂക്ഷിച്ച് വെച്ച് വേറൊരു അവസരത്തിൽ അത് ഉപയോഗിക്കരുതെന്ന്, ഭക്ഷണ സാധനങ്ങളൊക്കെ. ഇനി 7. വന്യൈശ്ചരുപുരോടാശൈർ നിർവപേത് കാലചോദിതാൻ നദു ശ്രൗതേന പശുന മാം യജേത വനാശ്രമി. അതായത് വാനപ്രസ്ഥം ആശ്രമം അനുഷ്ഠിക്കുന്ന ആൾ വന്യേഹി കാട്ടിലുണ്ടായവയെ ചരുപുരോടാശൈഹി അതായത് പുരോടാശങ്ങളെ കൊണ്ട്, അതായത് യാഗത്തിൻ്റെ സാധനങ്ങളൊക്കെ കാലചോദിതാൻ നിർവപേത്, അതാത് കാലങ്ങളിൽ വിധിക്കപ്പെട്ട കാര്യങ്ങളെ വെച്ച് അല്ലാതെ ശ്രൗതേന പശുന, വേദത്തിൽ പറഞ്ഞ പശുവിനെ കൊണ്ട് മാം ന യജേത, എന്നെ പൂജിക്കരുതെന്ന്. എന്താ ഭഗവാൻ പറയണ വെച്ചാൽ, കാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ കൊണ്ടുവന്ന്
എനിക്ക് വേണ്ടി ഹോമം ചെയ്യണതിലൊക്കെ കാട്ടുന്ന് കൊണ്ടുവന്ന കായ്ക്കനികൾ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. പിന്നെ പിന്നെ ചിലപ്പോൾ വേദങ്ങളിൽ പറയുന്നുണ്ടല്ലോ, മാംസം വേദത്തിൽ ഇതിനെ കൊന്നിട്ട് ഈ യജ്ഞപശുവിനെ കൊന്നതിന് അതൊന്നും പാടില്ല. അതായത് പിന്നെ കിട്ടുന്ന കായ്കനി പിന്നെ എന്താ പറയുക, കിഴങ്ങോ ഫ്രൂട്ട്സോ ഒക്കെ എന്നെ ഹോമിക്കാൻ ഉപയോഗിക്കാവൂ കാട്ടിൽ ഹോമം ചെയ്യുമ്പോൾ. അല്ലാതെ പിന്നെ എന്താണ്, അതായത് അതാത് കാലത്ത് എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് ഹോമിക്കാനേ പാടുള്ളൂ. അതായത് പിന്നെ വേദങ്ങളിൽ പറയണ പോലെ മാംസം സമർപ്പിക്കണ ഒരു ക്രിയയും വാനപ്രസ്ഥാശ്രമത്തിലുള്ളവരെ ചെയ്യാൻ പാടില്ല. അതാണ് പറയണതിൽ. വാനപ്രസ്ഥാശ്രമത്തിൽ ഇപ്പോൾ വേദത്തിലൊക്കെ യജ്ഞപശുവിനെ പിന്നെ എന്താണ് കൊന്നിട്ട് സമർപ്പണം ചെയ്യാൻ നോക്കണ്ട, അതൊന്നും പാടേയില്ല. വാനപ്രസ്ഥത്തിൽ പരിപൂർണമായിട്ടുള്ള അഹിംസ വേണം. അപ്പോൾ അതൊന്നും ചെയ്യാനേ പാടില്ല. വാനപ്രസ്ഥത്തിൽ കാട്ടുന്ന അതാത് കാലത്ത് എന്താ കിട്ടണ പിന്നെ കിഴങ്ങോ ഫലങ്ങളോ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് ഹോമം ചെയ്യുമ്പോൾ ഭഗവാനെ യജിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. അല്ലാതെ വേദത്തിൽ പറയണ പോലെ മാംസ സമർപ്പണം പിന്നെ ഈ പിന്നെ വാനപ്രസ്ഥ ആശ്രമത്തിലുള്ളവർക്ക് വിധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. വന്യേശ്ചരു പുരോടാശ, അതാണ് ഈ ഒക്കെ ഈ യജ്ഞം ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പിന്നെ എതിർച്ചയാ നമുക്ക് അതാത് കാലത്ത് കിട്ടുന്ന ഫലമൂലാദികൾ കൊണ്ട് മാത്രമേ ആഗ്രഹണാദി കർമ്മങ്ങൾ, അതൊക്കെ ഇതിൻ്റെയാണ് കേട്ടോ, യജ്ഞത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. അതല്ലാതെ ഹിംസ ചെയ്തുകൊണ്ട് ഒരു യജ്ഞവും ചെയ്യരുത് എന്നാണല്ലോ പറഞ്ഞത് അല്ലേ. ഇനി 8 അഗ്നിഹോത്രം ച ദർശശ്ച പൂർണ്ണമാസശ്ച പൂർവവദ് ചാതുർമാസ്യാനി ച മുനേരാംനാഥാനി ച നൈഗമൈഹി. അപ്പോൾ 8 എന്താ പറഞ്ഞ, പൂർവവദ്, അതായത് ഗൃഹസ്ഥാശ്രമത്തിലത്തെ പോലെ അഗ്നിഹോത്രം ച അഗ്നിഹോത്രവും ദർശഹ ച ദർശവും പൂർണ്ണമാസവും ചതുർമാസ്യാനി ച ചതുർമാസ്യങ്ങളും മുനേഹേ ച വാനപ്രസ്ഥനും. ഇവിടെ മുനി പറഞ്ഞാൽ വാനപ്രസ്ഥൻ. പൂർവാശ്രമം ഏതായിരുന്നു? ഗൃഹസ്ഥാശ്രമം. അതാണ് പൂർവവത് പറഞ്ഞത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലത്തെ പോലെ തന്നെ അഗ്നിഹോത്രവും ദർശവും പൂർണ്ണമാസവും ചാതുർമാസ്യവും വാനപ്രസ്ഥന്മാരും നൈഗമൈഹി വേദവിത്തുക്കളാൽ, അതായത് വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരതൊക്കെ ചെയ്യണമെന്ന്, ആംനാഥാനി വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്താ പറഞ്ഞാൽ അഗ്നിഹോത്രം, പിതൃതർപ്പണം, പിന്നെ ബാക്കി ക്രിയകളൊക്കെ, അതാണ് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ എന്താ പറയുക, ദർശം, അതായത് ഈ എന്താണ് അതിന് പറയുക, സംക്രമത്തിന് ചെയ്യേണ്ടത് കർമ്മങ്ങളൊക്കെ, അതായത് ഒരു സൂര്യൻ ഒരു ഇതിന്ന് വേറൊരിതിലേക്ക് സംക്രമിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, അഗ്നിഹോത്രം, പിതൃതർപ്പണം, സംക്രമത്തിന് ചെയ്യേണ്ട കർമ്മങ്ങൾ, പിന്നെ ചാതുർമാസ്യം 4 മാസം ഈ മഴക്കാലത്ത് ചെയ്യുമല്ലോ, അതിന് പ്രത്യേക ഇതുണ്ടാക്കേണ്ട, അതൊക്കെ വാനപ്രസ്ഥനും അനുഷ്ഠിക്കണം എന്ന് വേദജ്ഞന്മാർ വിധിച്ചിരിക്കുന്നു എന്ന്. വേദം അറിയണവർ വിധിച്ചിരിക്കുന്നു. എന്താണ് വിധിച്ചിരിക്കണ വേദം അറിയണവർ? ഈ അഗ്നിഹോത്രം, ഈ ദശപൂർണമാസങ്ങൾ എന്ന് പറയും, അത് ചാതുർമാസ്യം, സംക്രമക്രിയകൾ, ഇതൊക്കെ വാനപ്രസ്ഥന്മാരും ചെയ്യേണ്ടതാണെന്നാണ് വേദം അറിയുന്നവർ പറയുന്നത്, അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്നത്. അഗ്നിഹോത്രം ചതുർശ്ച പൂർണ്ണമാസശ്ച പൂർവവത് ചാതുർമാസ്യാനി ച മുനേരാംനാഥാനി ച നൈഗമൈഹി. അതായത് വേദം വിത്തുക്കളൊക്കെ പറയണത് അങ്ങനെയാണ്. ഇനി ഇങ്ങനെ നമ്മൾ യാതൊരു പിന്നെ എന്താണ് ഫലവും പ്രതീക്ഷിക്കാതെ യാതൊരു ഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലം എന്താണെന്ന് പറയണം കേട്ടോ. ഏവം ചീർണേന തപസ മുനിർ ധമനി സന്തതഃ മാം തപോമയാരാധ്യ ഋഷിലോകാത് ഉപൈതി മാം. ഇങ്ങനെ ഇപ്പറഞ്ഞ പോലെ ഏവം ഇപ്രകാരം ചീർണേന വിധിക്കപ്പെട്ട തപസ, ഇതുപോലുള്ള കഠിനമായ തപസ്സുകൊണ്ട് മുനിഹി, അതായത് ഇപ്പോൾ ഇവിടെ മുനി പറഞ്ഞപ്പോൾ വാനപ്രസ്ഥത്തിലുള്ളവർ, വാനപ്രസ്ഥം ആശ്രമത്തിലുള്ളവർ ധമനി സന്തത,
ഞരമ്പുകൾ അടർന്ന് തപോമയനായി മാം ആരാധ്യ എന്നെ ആരാധിച്ച് ഹൃഷിലോകത്തിൽ നിന്ന് മാം ഉപൈതി എന്നോട് ക്രമമുക്തി കിട്ടിയവർക്ക് എന്നോട് വന്നു ചേരുന്നു. അതായത് മഹർലോകത്തിലൊക്കെ പോവും, എന്നിട്ട് കുറച്ച് കാലം ഇരുന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് മുക്തി കിട്ടിയവർക്കെന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്രകാരമുള്ള തപസ്സുകൊണ്ട്, ഇപ്രകാരമുള്ള ഫലാപേക്ഷ കൂടാതെയുള്ള ഇപ്രകാരമുള്ള തപസ്സുകൊണ്ട് എന്താണ് ഈ നമ്മുടെ എല്ലാ ഈ നെർവ്സും മാത്രമായിട്ട് അവശേഷിക്കും. അങ്ങനെ വളരെ മെലിഞ്ഞിട്ടേ, അതേ ഭക്ഷണമൊക്കെ അത്രയല്ലേ കഴിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ള കിട്ടിയതല്ലേ കഴിക്കുള്ളൂ, ഒരു നേരത്തേക്ക് എടുത്തു വയ്ക്കില്ല, അങ്ങനെയൊക്കെ. അപ്പം പലപ്പോഴും പട്ടിണിയൊക്കെ കിടക്കുമല്ലോ. അങ്ങനെ ആയിട്ട് വെറും എല്ലും കോലും ആവുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ സിരകൾ അത് മാത്രമായിട്ട് അവശേഷിക്കുമെന്ന് പറഞ്ഞുല്ലോ. നോക്കൂ, ചീർണിക്കും ചെന്താ മെലിഞ്ഞിട്ട് തപസ മുനിർ ധമനി സന്തത. ധമനികൾ മാത്രം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എല്ലും കോലും ആവും, വെറും എല്ലും ഈ ഞരമ്പുകൾ മാത്രമായി തീരുന്ന ഇങ്ങനെയുള്ള കഠിനമായ തപസ് കൊണ്ട്. അങ്ങനെ തപസ് ചെയ്യുന്ന മഹർഷി അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമത്തിലത്തെ സാധകൻ മഹർലോകം ബ്രഹ്മലോകം വഴി ക്രമമുക്തി പ്രാപിക്കും, എന്നെ പ്രാപിക്കും. ക്രമമായിട്ട് ഉള്ള മുക്തി എന്നെ പ്രാപിക്കും. അതായത് അല്ലെങ്കിൽ ഇവിടെ തന്നെ ജ്ഞാനം ശരിക്കും ഉദിച്ചു വെച്ചാൽ വാനപ്രസ്ഥത്തു നിന്ന് നേരെ മുക്തി ലഭിക്കാം. അല്ല വെച്ചാൽ ക്രമമുക്തി, മഹർലോകത്തിലൊക്കെ പോയിട്ട് പതുക്കെ ക്രമമുക്തി കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ഫലാപേക്ഷ കൂടാതെയുള്ള തപസ്സുകൊണ്ട് വാനപ്രസ്ഥാശ്രമത്തിലത്തെ സാധകന്മാർ വെറും മെലിഞ്ഞിട്ട് എല്ലും കോലുമായി തീർന്ന്, അതായത് ശരീരത്തിനെ കംപ്ലീറ്റ്ലി അവഗണിക്കും, ശരീരാഭിമാനം ഇല്ലേണ്ടി ജ്ഞാനസ്വരൂപനായിട്ടുള്ള എന്നെ ആരാധിച്ച് സമയം വരുമ്പോൾ മഹർലോകത്തിലേക്ക് പോയി പിന്നെ അവിടുന്ന് എന്നെയും പ്രാപിക്കും എന്നാണ് ഇതിൽ ഭഗവാൻ പറഞ്ഞത്. ഇനി മറ്റേ സന്യാസികളുടെയും പറയട്ടോ. അതായത് പ്രത്യേകം പറയേണ്ടത് എന്താ അറിയോ, ഫലാപേക്ഷ കൂടാതെ ചെയ്തിട്ടുള്ള ഈ സാധകന്മാർക്ക് അത്. ഇനി ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന ആൾക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടാവില്ല എന്ന് പറയണതാണ് 10. അപ്പം ഞാൻ 9 വായിച്ച് 10ലേക്ക് പോവാം. ഏവം ചീർണേന തപസ മുനിർധമനി സന്തത മാം തപോമയ ആരാധ്യ കൃഷിലോകാത് ഉപൈതി മാം. ധമനി സന്തതം എന്നുള്ള വെറും എല്ലും കോലും ആവണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആദ്യം കൃഷിലോകത്തിലൊക്കെ പോവും, നേരിട്ട് മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ മഹർലോകത്തിലൊക്കെ പോയി പിന്നെ എന്നെ പ്രാപിക്കുന്ന, അല്ലേ? ഈ സകാമമായിട്ടുള്ളത് ചെയ്യണ ആളുടെ കാര്യം പറയാണ്. യസ്ത്വേതത് കൃച്ഛതീർണം തപോനിശ്രേയസം മഹദ് കാമായാൽപീയസേ യുഞ്ജ്യാദ് ബാലിശ കോപരസ്തതഃ. കഹ അപരസ്തത എന്നാണ് 10. നിശ്രേയസം, അതായത് മോക്ഷം തന്നെ നൽകുന്നതും നിശ്രേയസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കൃച്ഛുതഃ ചീർണം, കഷ്ടപ്പെട്ട് മെലിഞ്ഞ് വയ്യാതെയായി അനുഷ്ഠിക്കപ്പെട്ടതുമായ ഏതത് മഹത് തപ, ഇത്ര മഹത്തായിട്ടുള്ള തപസ്സിനെ ഏതൊരുത്തൻ, അതായത് ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് വാനപ്രസ്ഥത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും വേണ്ട പോലെ അനുഷ്ഠിച്ച് ശരീരമൊക്കെ ശോഷിച്ച് കഷ്ടപ്പെട്ടിട്ട് ഈ തപസ്സിനെ ചെയ്യുന്ന ഏതൊരു സാധകൻ അൽപീയസെ, തുച്ഛമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് യംജ്യാദി ഈ ആരാധനയെ ഉപയോഗിക്കുന്നുവോ, യജ്ഞം ചെയ്യുന്നുവോ, തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വാനപ്രസ്ഥ ആശ്രമത്തിലിരിക്കണവർ യജ്ഞം ചെയ്യുന്ന ആൾക്കാർ തഥാ അവനേക്കാൾ അപരഹ കഹ, വേറെ ആരാണ്? ബാലിശ, മൂഢൻ. അതായത് ഫലാപേക്ഷയോടുകൂടി ഇതുപോലെ തപസ് ചെയ്യണത് പോലെ വിഡ്ഢിത്തം വേറെ ഇല്ലയാണ്. അതായത് ഫലാപേക്ഷയോടുകൂടി, അതായത് പിന്നെന്താണ്, ക്ഷുദ്രങ്ങളായ വിഷയഭോഗങ്ങളെ ആഗ്രഹിച്ച് ഇതുപോലെ
ഒരു വാനപ്രസ്ഥ ആശ്രമത്തിലുള്ള സാധകൻ തപസ് ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ മൂഢത്വം തന്നെ പറയാനുള്ളൂ. ഒരു മൂഢൻ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് പറയണത്? ഈ മഹത്തായ മോക്ഷത്തെ, അതായത് മോക്ഷം തന്നെ നൽകുന്നതും, വേണമെങ്കിൽ വാനപ്രസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മോക്ഷം കിട്ടാം, അല്ലെങ്കിൽ ക്രമമുക്തി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മഹത്തായിട്ടുള്ള മോക്ഷത്തെ നൽകാൻ കഴിവുള്ളതും വളരെ ക്ലേശിച്ച് അനുഷ്ഠിക്കുന്നതുമായിട്ടുള്ള ഇങ്ങനത്തെ തപസ് വളരെ നിസ്സാരമായ ഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളെക്കാളും അവിവേകിയായിട്ട് അല്ലെങ്കിൽ മൂഢനായിട്ട് ആരാ ഉള്ളതെന്ന് പറയാണ് അല്ലേ? അതായത് ഫലാപേക്ഷയോട് കൂടിയിട്ട് ഇതുപോലത്തെ തപസ്സൊക്കെ ചെയ്യണത് പോലെ വിഡ്ഢിത്തം വേറെ ഇല്ലയെന്ന്. ഫലാപേക്ഷ കൂടാതെ ഭഗവാനെ എല്ലാം സമർപ്പിച്ച് ചെയ്താൽ ഭഗവാൻ അവനവനെ തന്നെ തരും, ഭഗവാനെ തന്നെ തരും, അല്ലെങ്കിൽ മോക്ഷം നൽകും. അത്ര ഭഗവാൻ അതിന് തയ്യാറാണ്. അപ്പം അങ്ങനെ ഭഗവാൻ മോക്ഷം തന്നെ നൽകാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള തപസ്സൊക്കെ തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്താൽ അതുപോലൊരു മൂഢൻ വേറെ ആരാ ഉള്ളതെന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി ഏവം ചീർണേന തപസാ മുനിർധമനി 10 യസ്ത്വേതത് കൃച്ഛതച്ചീർണം തപോ നിശ്രേയസം മഹദ് കാമായാൽപീയസേ യുഞ്ജ്യാത് ബാലിശ കോപരസ്തതഃ. അയാളെപ്പോലെ ബാലിശമായിട്ടും പിന്നെ ആരാളുള്ളത്? ചൈൽഡിഷായിട്ട് ആരാളതെന്ന് അത്ര വിഡ്ഢിതാണ് അർത്ഥം അല്ലേ? ഇനി നല്ല വൈരാഗ്യം വന്നാൽ പിന്നെ വേണമെങ്കിൽ സന്യസിക്കാം. അതായത് ഇനിയിപ്പോൾ അങ്ങനെ വന്നതുമില്ല, നല്ലോണം ഇപ്പം ഇങ്ങനെ വാനപ്രസ്ഥം അനുഷ്ഠിച്ചിട്ടേ ശരിക്കും വൈരാഗ്യം വന്നാൽ സന്യസിക്കുക തന്നെ ചെയ്യാം. പക്ഷേ അത്ര പൂർണ്ണ വൈരാഗ്യം വന്നിട്ടില്ല, എന്നാൽ ദേഹം കൊണ്ട് ഒരു വാനപ്രസ്ഥാശ്രമത്തിലത്തെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പറ്റാതായി തീർന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇനിയിപ്പോൾ 11 പറയണം. അതായത് ശരിക്കും ഇപ്പോൾ വാനപ്രസ്ഥ അനുഷ്ഠിക്കുന്ന സമയത്ത് നല്ല വൈരാഗ്യം എന്നാൽ സന്യാസാശ്രമത്തിലേക്ക് കടക്കാം. പക്ഷെ അത്ര ആയിട്ടുമില്ല, അതേസമയം സന്യാസാശ്രമം തിരിച്ച് കടക്കാൻ തോക്കണം വൈരാഗ്യം ആയിട്ടുമില്ല, അതേസമയം ഈ ധർമ്മം അനുഷ്ഠിക്കാൻ ശക്തി ഇല്ലാണ്ടാവുകയും ചെയ്തു ചോട്ടെ, എന്താ ചെയ്യേണ്ടതെന്നാണ്. യഥാ സൗ നിയമേ കൽപ്പോ ജരയാ ജാതവേപധു ആത്മന്യഗ്നീൻ സമാരോപ്യ മച്ചിത്തോഗ്നീം സമാവിശേത്. അങ്ങനൊരവസ്ഥയിൽ എത്തിയാലേ സന്യാസം വയ്യേനും ഇപ്പം ഇത് കൊണ്ട് നടക്കാൻ വയ്യാതെ നിച്ചോളൂ, അതായത് വാനപ്രസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വയ്യാണ്ടേ, അങ്ങനെ അവസ്ഥ വരാലോ. അങ്ങനെയാണെങ്കിൽ അസൗ ഈ വാനപ്രസ്ഥൻ ജരയ വാർദ്ധക്യം കൊണ്ട്, അതാ പറഞ്ഞേ വയ്യാണ്ടേ കിട്ടി, ജാതവേഭതു ദേഹം വിറച്ചുകൊണ്ട്, നിയമേ ഈ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിൽ അകല്യഹ യഥ അശക്തനാകുമ്പോൾ, അഗ്നീൻ ത്രേതാഗ്നികളെ ആത്മനി തന്നിൽ തന്നെ സമാരോപ്യ ആരോപിച്ച് മച്ചിത്ത എന്നിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി അഗ്നിം സമാവിശേത്. അപ്പം അഗ്നിപ്രവേശം ചെയ്യാം, ദേഹം ത്യജിക്കാം അഗ്നിയിൽ. എന്താണ് ഇതിൽ ഭഗവാൻ പറയണോ? ഇങ്ങനെ വാനപ്രസ്ഥയിലിരിക്കുമ്പോൾ വല്ലാതെ വയ്യാതെ സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല, വാനപ്രസ്ഥത്തിൽ വല്ലാതെ ദേഹം കൊണ്ട് വയ്യാതെ ഈ ജരയും നരയും കൊണ്ട് സ്വന്തം ഈ വാനപ്രസ്ഥാശ്രമത്തെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വയ്യാതെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? ഈ അഗ്നികളെ, ആവഹനീയമായിട്ടുള്ള അഗ്നികളെ തന്നിലേക്ക് തന്നെ ആവാഹിച്ച് അഗ്നിപ്രവേശം ചെയ്ത് ദേഹം ത്യജിക്കാം. അതാണ് അപ്പം ഇതിൽ പറഞ്ഞത്. അതായത് കയ്യും കാലും വിറയ്ക്കുക, നീട്ടി നടക്കാൻ തന്നെ വയ്യ, അങ്ങനെ വയസ്സായിട്ട് ഈ വാനപ്രസ്ഥാശ്രമത്തിലത്തെ ധർമ്മം അനുഷ്ഠിക്കാൻ അശക്തനായിട്ട് തീരുമ്പോൾ എന്താ ചെയ്യുകച്ചാൽ ഈ ആഹവനീയ അഗ്നികളെ പറയും, പല അഗ്നികളെയൊക്കെ ആത്മാവിൽ തന്നെ അവനവനിലെ ആ അഗ്നിദേവനെ അവനവനിലേക്ക് തന്നെ ആവാഹനം ചെയ്ത്
ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, ഭഗവാനിൽ തന്നെ മനസ്സിനെ നിർത്തിക്കൊണ്ട് അഗ്നിയെ അവനവനിലേക്ക് ആവാഹനം ചെയ്തിട്ട് നമ്മൾ സ്വയം കത്തി നശിക്കാം, വിരോധമില്ല. അതായത് വൈരാഗ്യം വരാതെ സന്യസിക്കുന്നതിലും ഭേദം വാനപ്രസ്ഥം കൊണ്ട് നടക്കാൻ വയ്യാണ്ടേ, ഈ വാനപ്രസ്ഥ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വയ്യാണ്ടേ ഇച്ചാൽ അഗ്നിയെ അവനിലേക്ക് ആവാഹിച്ചിട്ട് ദേഹം ത്യജിക്കുകയാണ് നല്ലതാണ്. അത്ര പോലും പൂർണ്ണ വൈരാഗ്യം ഇല്ലാതെ സന്യാസാശ്രമം സ്വീകരിക്കരുതെന്നാണ് ഇതിലിപ്പോൾ ഭഗവാൻ പറയണത്. അത് വളരെ പ്രധാനമാണത്രേ. ഞാൻ വേറെ എവിടെയും വായിച്ചു അത്. സന്യാസത്തിന് പോകുമ്പോൾ ശരിക്കും വൈരാഗ്യം വന്നിട്ടേ പാടുള്ളൂ എന്ന്. അത് പറ്റില്ലെങ്കിൽ വാനപ്രസ്ഥത്തിൽ ദേഹം ത്യജിക്കുക നല്ലത്. അപ്പം ഇനി ഒരു ജന്മം കൂടി വേണമെച്ചാലും അതിനപ്പുറത്തേക്കല്ലേ വേണ്ടൂ. ആ പോയോടത്തോളം ചെയ്യേണ്ട ഉറപ്പാണ്. എത്രത്തോളം നമ്മൾ പുരോഗമിച്ചിട്ടുണ്ടോ അത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ എത്രത്തോളം ആധ്യാത്മിക പാതയിൽ പുരോഗമിച്ചിട്ടുണ്ടെച്ചാൽ അവിടുന്ന് മുമ്പോട്ട് പോയി മോക്ഷം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ജനിക്കുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ശരിക്കും വൈരാഗ്യം വരാണ്ട് സന്യാസത്തിൽ പോയിട്ട് അധപ്പതിക്കണേക്കാളും നല്ലത് വാനപ്രസ്ഥത്തിൽ നമുക്ക് പറ്റാതെ ഈ വന്നാൽ ദേഹം അഗ്നിയെ ആവാഹിച്ച് ഇതാവാന്നാണ് കേട്ടോ പറഞ്ഞതിൽ. യഥാസൗ നിയമേ കൽപ്പോ ജരയാ ജാതവേപധു ആത്മന്യഗ്നീൻ സമാരോപ്യ, ആത്മാവിലേക്ക് അഗ്നി ആവേശിച്ചിട്ട് ആവാഹനം ചെയ്തിട്ട് എന്നെ മച്ചിത്തോഗ്നിം, എന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അഗ്നിം സമാവേശിയത്, അഗ്നിയിലേക്ക് പ്രവേശിക്കാം, ദേഹത്യാഗം ചെയ്യാമെന്ന്. ഇനി വിരക്തിയുള്ള ആൾക്കാണെങ്കിൽ എന്താണെന്നാണ് പറയണത്. അതായത് സന്യാസത്തിന് പോവാലോ. യഥാ കർമ്മവിപാകേഷു ലോകേഷു നിരയാത്മസു വിരാഗോ ജായതേ സമ്യങ് ന്യസ്താഗ്നി പ്രവ്രജേർത്തതഃ. 12 അല്ല 11. അസൗ, ഈ വാനപ്രസ്ഥൻ അല്ലല്ല അതല്ല 12 കേട്ടോ, സോറി. അതെ, കർമ്മവിഭാഗേഷു, അതായത് നരകത്തിന് സമമായ നരകതുല്യങ്ങൾ എന്ന് പറയാം. കർമ്മവിഭാഗേഷു നിരയാത്മസു, അതായത് നരകത്തിന് സമാനമായിട്ടുള്ള കർമ്മഫലങ്ങളും ലോകേഷു, സ്വർഗം മുതലായ ലോകങ്ങളിൽ യഥാ എപ്പോൾ സമ്യക്ക് ദൃഢമായ വൈരാഗ്യത്തോടു കൂടിയവനായി ജായതേ ഭവിക്കുന്നുവോ ന്യസ്താഗ്നി, അഗ്നികളെ ത്യജിച്ച് തഥാ ആ ആശ്രമത്തിൽ നിന്നും പ്രവ്രജേത്, സന്യാസം സ്വീകരിക്കാം. എപ്പോഴാണ് സന്യാസം സ്വീകരിക്കേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ നമ്മൾ കർമ്മമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും, അത് മുമ്പ് പറഞ്ഞല്ലോ, ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ സുഖങ്ങളും, അതായത് കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ഈ സ്വർഗാദി ലോകങ്ങളൊക്കെ നരകത്തിന് സമമാണെന്ന് അറിഞ്ഞ് ഈ ഇഹലോകത്തിലത്തെ സുഖങ്ങളിലും പരലോകത്തിലെ സുഖങ്ങളിലും വേണ്ട പോലെ വിരക്തി വന്നാൽ ഈ അഗ്നിഹോത്രമൊക്കെ നിർത്തി സന്യസിക്കാം എന്നാണ് പറയുന്നത്. അതായത് വിരക്തി പൂർണ്ണമായാൽ സന്യാസം. അങ്ങനെ ഒരു വാനപ്രസ്ഥന് ശരീരത്തിൽ നിന്ന് വയ്യായില്ല, വിരക്തി പൂർണ്ണമായിച്ചോട്ടെ, എന്നാൽ സന്യാസാശ്രമം സ്വീകരിക്കാം എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് കർമ്മം ചെയ്ത് ലഭിക്കുന്ന ഇഹത്തിലെ സുഖങ്ങളും പരത്തിലെ സുഖം ചെന്താ സ്വർഗാദി ലോകങ്ങളും ഒക്കെ നരകതുല്യങ്ങളാണ്, അതൊന്നും ശാശ്വത സുഖമല്ല എന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട്, ഇഹത്തിലെ സുഖങ്ങളും പരസുഖങ്ങളും ഒന്നും ശാശ്വതമല്ല, നരകതുല്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ലോണം വിരക്തി വന്നു ഒരു വാനപ്രസ്ഥന് വെച്ചാൽ പിന്നെ ഈ വാനപ്രസ്ഥൻ്റെ ധർമ്മങ്ങൾ മുഴുവൻ ത്യജിച്ച് സന്യസിക്കാം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ യഥാ കർമ്മവിപാകേഷു ലോകേഷു നിരയാത്മസു വിരാഗോ ജായതേ സമ്യജ്ഞസ്താഗ്നി പ്രവ്രജേത്തതഃ, അങ്ങനെ ആവാമെന്ന്. ഒന്നും കൂടി ചെയ്യാൻ തോന്നുന്നു. ഇനി സന്യാസത്തിൽ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇഷ്ട്വായഥോപദേശം മാം ദത്വാ സർവസ്വമൃത്വിജേ അഗ്നിൻ സ്വപ്രാണ ആവേശ്യ നിരപേക്ഷ പരിവ്രജേത്. 13
യഥോപദേശം, ശാസ്ത്രങ്ങളിൽ വിധിച്ച, ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള 8 വിധോട്ടുണ്ടതുകൊണ്ട് 8 തരം ശ്രാദ്ധങ്ങളെ ചെയ്ത മാം എന്നെ ഇഷ്ട്വ പൂജിച്ച് സർവസ്വം സകലതും, സകല നമ്മുടെ എല്ലാ പൊസഷൻസിനെയും നമുക്ക് ഉള്ളതിനെല്ലാം ഹൃത്വിക്കിന് ദത്വ നൽകി, അതായത് ഈ യജ്ഞമൊക്കെ ചെയ്യാൻ സഹായിച്ച പുരോഹിതന് നൽകി, അഗ്നികളെ സ്വപ്രാണേ തൻ്റെ ആത്മാവിങ്കൽ ആവേശ്യ ആരോപിച്ച് നിരപേക്ഷ ഒരു ആഗ്രഹവുമില്ലാത്തവനായി പരിവ്രജേത് സന്യാസം സ്വീകരിക്കണം. എങ്ങനെയാണ് സന്യാസം സ്വീകരിക്കേണ്ടതെന്നും കൂടി ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താപ്പോ അല്ലേ. വിരക്തി വന്ന ആളൊക്കെ ആവാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ, അങ്ങനെ വിരക്തി വന്നു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അങ്ങനെ പരിപൂർണ വിരക്തനായിട്ടുള്ള ആ സാധകൻ സർവവും പുരോഹിതന് ദാനം ചെയ്ത്, തന്നെ സഹായിച്ച പുരോഹിതന് ദാനം ചെയ്ത് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം എന്തൊക്കെ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് സന്യാസത്തിന് മുമ്പ് വെച്ചാൽ അതൊക്കെ അനുഷ്ഠിച്ച് ആ പുരോഹിതന് സർവസ്വവും ദാനം ചെയ്ത് എന്നെ ആരാധിച്ച്, ഭഗവാനെ ആരാധിച്ച് അഗ്നികളെ, അതുവരെ ചെയ്ത അഗ്നികളൊക്കെ സ്വന്തം പ്രാണനിലേക്ക് ആവാഹിച്ച് സന്യാസിയായിത്തീരണം എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ഇതിൻ്റെയൊക്കെ എല്ലാ ആചാരങ്ങളും നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്കിത് മുഴുവൻ മനസ്സിലാവില്ല എന്തൊക്കെയാണ് ചെയ്യണമെന്നേ. അതായത് പലതരം പലതരം സന്യാസത്തിന് മുമ്പ് പലതരം യജ്ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് വിധിപ്രകാരം. അപ്പോൾ അങ്ങനത്തെ പല ഇഷ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, ഇഷ്ടികൾ കൊണ്ട് ഒരു പുരോഹിതൻ്റെയോ അല്ലെങ്കിൽ വേദജ്ഞൻ്റെ ഉപദേശം അനുസരിച്ച് എല്ലാ യജ്ഞങ്ങളും ചെയ്ത് എന്നെ യജിച്ച് 8 തരമായിട്ടുണ്ടതുകൊണ്ട് എന്നെ ആരാധിച്ച് ആ സർവസ്വവും ആ ഹൃത്വിക്കുകൾക്ക് പുരോഹിതന്മാർക്ക് ദാനം ചെയ്ത് അഗ്നികളെ സ്വന്തം ആത്മാവിൽ തന്നെ സമർപ്പിച്ച്, ഇനി അഗ്നിയൊന്നും ഹോമമൊന്നും ചെയ്യാൻ പോണില്ല ഇനി. അപ്പോൾ ആ അഗ്നികളൊക്കെ ആത്മാവിൽ സമർപ്പിച്ച് ഒന്നിനെയും ആഗ്രഹിക്കാത്തവനായി സന്യസിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 13 വായിച്ച് ഇന്നിവിടെ നിർത്താം. ഇഷ്ട്വാ യഥോപദേശം മാം ദത്വാ സർവസ്വമൃത്യുജേ അഗ്നീൻ സ്വപ്രാണ ആവേശ്യ നിരപേക്ഷ പരിവ്രജേത്. അങ്ങനെ സന്യാസിയാവാം എന്ന് പറഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.